ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഗീ റൈസ് റെസിപ്പിയാണ്. ഇത് സാധാ ഗീ റൈസ് പോലെയല്ല, കുറച്ച് ഡിഫറെൻ്റാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നൊക്കെ നോക്കാം. ഗീ റൈസ് ഉണ്ടാക്കാനായിട്ട് ഒരു പ്രഷർ കുക്കർ നന്നായി ചൂടാക്കിയ ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി നെയ്യ് ഉരുകി വന്നു കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സ്പൈസസ് ആണ്. ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 1 ഏലക്കായ, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം. പെരിഞ്ജീരകം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി, ഇനി ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതാണ്. ഇനി 1 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ക്യാരറ്റൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്, ഇന്ത്യ ഗേറ്റ് ബ്രാൻഡിൻ്റെ. അതിന് ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കാം, അതായത് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നോർമൽ പച്ചവെള്ളമാണ് എടുത്തിട്ടുള്ളത്, ചൂടാക്കിയതൊന്നുമല്ല. അതൊരു 4 കപ്പ് ഒഴിച്ചു കൊടുത്ത ശേഷം തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അതിന് മുൻപേ ഉപ്പിടാൻ മറക്കരുത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കണം. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. വെള്ളം നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. ജീരകശാലേൻ്റെ 2 കപ്പ് അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകി സ്ട്രെയിൻ ചെയ്ത് വെച്ചതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി മൊത്തം ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അരി ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനിയൊരു തവി വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ ഇനി ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീരാണ്. ചെറുനാരങ്ങ നീര് റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുക്കറിൻ്റെ അടപ്പടച്ച് മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ, അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ കൂടി അടിക്കണം. ഇനി പ്രഷർ മൊത്തം പോയി കഴിഞ്ഞതിന് ശേഷം തുറന്നു നോക്കിയാൽ നമ്മുടെ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതിന് ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു ചിക്കൻ സ്റ്റ്യൂ റെസിപ്പി ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് വേണ്ടി ഐ ബട്ടണിൽ കൊടുക്കാം, കാണാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.